നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നോ കോൺടാക്റ്റ് അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിക്കോട്ടെ, നിങ്ങളിപ്പോഴും ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ തിരിച്ച് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ കൂടെ താമസിക്കുന്നവരാണ്, മാരീഡാണ്, റിലേഷൻഷിപ്പിലാണ്, എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ? ഇതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ജപമാലകൾ. അപ്പോൾ നിങ്ങൾ ഈ ജപമാല സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. ഈ കാർഡുകളാണ് നിങ്ങളുടെ ഓവറോൾ എനർജി റിലേഷൻഷിപ്പിൻ്റെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, റെസനേറ്റ് ചെയ്യുന്ന ആളുകൾ മാത്രം എടുക്കുക. ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. പിന്നെ ഞാൻ നോക്കുക, ഇത് നിങ്ങളുടെ ഓവറോൾ എനർജിയിലാണ് റിലേഷൻഷിപ്പിൻ്റെ. പിന്നെ നമ്മൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കും. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ശരിക്കുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കും. പിന്നെ നിങ്ങളിതിൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് അതും കൂടെ നമുക്ക് നോക്കാം കേട്ടോ. ഓറക്കിൾ മെസ്സേജ് അവസാനം നോക്കുള്ളൂ. ഇത് എന്താണ് സിറ്റുവേഷൻ, അതിനാണ് ഓറക്കിൾ മെസ്സേജ്. ഇതിൻ്റെ ഇതിവിടെ എന്താ നടക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, അതിനാണ് ഓറക്കിൾ മെസ്സേജ്. ബാക്കിയെല്ലാം ടാരോ കാർഡ് റീഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്, 2, 3. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പം ഞാൻ ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ എന്താണ് സിറ്റുവേഷൻ, ഓവറോൾ എനർജി എന്താണ്, അതാണ് നോക്കാം. ഇത് രണ്ടും നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, റെസനേറ്റ് ചെയ്യുന്ന ആളുകൾ മാത്രം എടുക്കുക. ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ, നിങ്ങളുടെ ബന്ധത്തിൻ്റെ, ഇതിപ്പോൾ ക്രഷ് ആയിരിക്കാം, നിങ്ങൾ ദൂരെ നിന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും, എന്തായാലും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് ഇയാളെ. അപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും, അപ്പോൾ ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ, ഇതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ്. ഇവിടെ ഓഫറുകളൊന്നുമില്ല, മനസ്സിലായി. ചിലപ്പോൾ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും ഓഫറുകൾ ഇല്ലാത്തത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ്. ഇത് ഒരു പുതിയ റിലേഷൻഷിപ്പും ആയിരിക്കില്ല, ചിലപ്പോൾ കുറച്ച് പഴയ റിലേഷൻഷിപ്പാണ്, കുറച്ച് നാളുകളായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ ഇതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓവറോൾ എനർജി ഇതാണ്. ഇവിടെ 2 പേരും മാരീഡ് ആണ് കേട്ടോ. ഇത് പക്ഷെ സീക്രട്ട് അല്ല, 2 പേരെക്കുറിച്ചും 2 പേർക്കും നന്നായിട്ട് അറിയാം. 2 പേരുടെ ജീവിതത്തിലും വേറെ ആളുകളുണ്ട്, പക്ഷെ നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട് കേട്ടോ. ഇത് ക്യാൻസർ സോഡിയാക് സൈൻ ആണ്. പിന്നെ ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ് ഇവിടെ കാണിക്കുന്നത്. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എന്താണ് സിറ്റുവേഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ എന്താണ്? ഇവിടെ ഒരു എൻഡ് കാണിക്കുന്നുണ്ടല്ലോ. ഡെത്ത് എന്ന് പറഞ്ഞാൽ ഒരു അവസാനമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇതൊരു അവസാനം, ഈ റിലേഷൻഷിപ്പ് അവസാനിച്ചിരിക്കുകയാണോ? ഇവിടെ അത് കഴിഞ്ഞിട്ട് ഒരു ഓഫർ വന്നിട്ട് ഇത് നിങ്ങളുടെ എനർജി ആയിരിക്കാം. നിങ്ങൾ പാസ്റ്റിലെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പുതിയ ഓഫേഴ്സ്, റിലേഷൻഷിപ്സ് വരുന്നുണ്ട്, പക്ഷെ നിങ്ങളത് എടുക്കുന്നില്ല, നിങ്ങളത് റിജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ ഇതുകൊണ്ടൊരു പേടി ഉണ്ടാവും, അതല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഇൻസെക്യൂർഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്നറിയില്ല, ഇനി ഈ പേഴ്സൺ തിരിച്ചു വരുമോ എന്നും നിങ്ങൾക്കറിയില്ല. വരികയാണെങ്കിൽ നിങ്ങൾ പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് പിന്നെ തിരിച്ച് ഈ പേഴ്സണെ സ്വീകരിക്കാൻ പറ്റില്ല, അതാണ്. അപ്പോൾ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചു എന്നാണ് കാണിക്കുന്നത്. ഇവിടെ സ്കോർപിയോ സോഡിയാക് സൈൻ, പിന്നെ വെർഗോ പൈസസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഭയങ്കര ഇൻസെക്യൂർ ആണ് നിങ്ങളിവിടെ. ഇവിടെ ഫ്യൂച്ചർ ഒന്നുമില്ല, പക്ഷെ എന്നാലും നിങ്ങളിത് വിട്ടുകളയാൻ ഇവിടെ ഹാപ്പിനെസ് ഒന്നുമില്ല, ഒരു പ്ലാനിങ്ങും ഇല്ല. ഇത് തീർന്നു, റിലേഷൻഷിപ്പ് കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങളെപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട്, വേറെ ആരെയും നിങ്ങൾ അടുപ്പിക്കുന്നില്ല, മനസ്സിലായോ? 2 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സും വിക്ടറി റിവേഴ്സ്. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ എന്താ പറയുക, വിവാഹം കഴിക്കണം,
എന്താ പറയുക, അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക്. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. പ്രയോറിറ്റി അല്ല ഈ പേഴ്സൺ എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഈ പേഴ്സൺ പ്രയോറിറ്റിയാണ്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ലൈഫുണ്ട്, കുട്ടികളുണ്ട്, ഭാര്യയോ ഭർത്താവോ ആരൊക്കെയോ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ എന്നാലും നിങ്ങൾ ഈ പേഴ്സണെ അഗാധമായിട്ട് സ്നേഹിക്കുന്നു. അപ്പോൾ ഇതിനെ ക്ലാരിഫൈ ചെയ്യുന്നത് ഫാദർ ഓഫ്, നിങ്ങൾക്കൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നില്ല അവിടെ. ഇത് ഹസ്ബൻഡ് വൈഫാണല്ലോ. അപ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ആണ്, അതോ ഇത് തേർഡ് പാർട്ടി? നിങ്ങളല്ല തേർഡ് പാർട്ടി വേറെ ആരെങ്കിലും റിലേഷൻഷിപ്പിൽ കയറിയിട്ടുണ്ടോ? നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ പുറകെ പോയതാണോ? ഇതെന്താണ് സിറ്റുവേഷൻ നിങ്ങൾക്കറിയാം. കാരണം ഇവിടെ ഹസ്ബൻഡ് വൈഫ് കാണിക്കുന്നുണ്ട്. ഒരാൾ ഇത് ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്, മറ്റേ ആൾ ഇതിൽ പിടിച്ചു നിൽക്കുകയാണ്. ഇത് നിങ്ങളുടെ എനർജി ആയിരിക്കാം. ഇത് നിങ്ങൾ ഫീമെയിൽ ആവണം എന്നില്ല, പക്ഷെ നിങ്ങൾ ഒരു ഫീമെയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കാണിക്കുന്ന ഒരാളായിരിക്കാം. മാസ്കുലിനിറ്റി അല്ല നിങ്ങൾ കാണിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ. ഭയങ്കര ഇൻസെക്യൂറാണ് പേഴ്സൺ പോയത് കൊണ്ട്, അതാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ മേജർ സോഡിയാക് സൈൻ ഒന്നും കാണിക്കുന്നില്ല. ഇനി നമ്മളപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ ഇതാണ്. ഇനി നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സൺ ഒരു മെൻ്റൽ ക്ലാരിറ്റി ഉണ്ട് ഇപ്പോൾ ഈ നിമിഷം. ഒരു ന്യൂ ബിഗിനിങ് ഈ റിലേഷൻഷിപ്പിൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പേഴ്സൺ തിരിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഈ പേഴ്സൺ ഒരു ബോധം, ചിലപ്പോൾ ഒരു ജ്ഞാനം, ഉദയം ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചാന്ന് കണ്ടിട്ട് പോയതായിരിക്കാം തേർഡ് പാർട്ടിയുടെ പുറകെ. എന്തായാലും ഇപ്പോൾ ഈ പേഴ്സണ് ഒരു മെൻ്റൽ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഇതല്ല എനിക്ക് വേണ്ട സിറ്റുവേഷൻ, എൻ്റെ സിറ്റുവേഷൻ എൻ്റെ ഭാര്യയോ ഭർത്താവോ ആരാണ്, കുഞ്ഞുങ്ങളും കൂടിയാണ് എന്നാണ്. പക്ഷേ പേഴ്സൺ ഓഫർ ഒന്നും തന്നിട്ടില്ല നിങ്ങൾക്കിപ്പോൾ തൽക്കാലം കേട്ടോ. അപ്പോൾ റിലേഷൻഷിപ്പിലല്ല നിങ്ങൾ രണ്ടുപേരെങ്കിലും നിങ്ങൾ ഇപ്പോഴും മാരേജിനുള്ളിൽ തന്നെ നിൽക്കുന്ന റിലേഷൻഷിപ്പിൻ്റെ, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നവരാണ്. നിങ്ങൾ സിംഗിൾ എനർജി ആയിട്ട് നിൽക്കുന്നവരല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഏസ് ഓഫ് സ്വേർഡ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നത് 3 ഓഫ് വോൺസ്. ഈ പേഴ്സൺ ഒരു റൈറ്റ് ടൈമിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുപോലെ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ് ഇപ്പോൾ ഈ പേഴ്സൺ, റിജിഡ് അല്ല. ചിലപ്പോൾ നിങ്ങൾ സംസാരിച്ചപ്പോഴൊന്നും ഈ പേഴ്സൺ നിങ്ങൾ പറയുന്നൊന്നും കേൾക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടാവില്ല, നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ടാവില്ല ഈ പേഴ്സൺ. പക്ഷെ ഇപ്പോൾ ആ പേഴ്സൻ്റെ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് മാറുകയാണ്. ഈ പേഴ്സൺ നിങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സൈഡ്. ഇപ്പോൾ നിങ്ങളിപ്പോഴും ഈ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടോ, ഇതൊക്കെ ഈ പേഴ്സൺ ഇപ്പോഴാണ് മനസ്സിലായത് നിങ്ങളോടുള്ള സ്നേഹം. മനസ്സിലായോ? അപ്പോൾ തേർഡ് പാർട്ടിയോട് അത്ര വലിയ കണക്ഷൻ ഇല്ല. എന്തുകൊണ്ടാണ് നിങ്ങളെ ഉപേക്ഷിച്ച് പോയതെന്ന് അറിയില്ല. അതെന്തായാലും അത് പേഴ്സണ് വലിയ ഹാപ്പി അല്ല. ഈ പേഴ്സൺ ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വളരെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള അങ്ങോട്ട് പോയത് വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ് ആ പേഴ്സൺ കേട്ടോ. പക്ഷെ ഇപ്പോഴാണ് അങ്ങോട്ട് പോയത് കൊണ്ട് മാത്രമാണ് ഈ പേഴ്സണ് നിങ്ങളുടെ വില മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളാണ് ഈ പേഴ്സണിൻ്റെ ശരിയായ പാർട്ട്ണർ എന്ന് ഈ പേഴ്സൺ അറിയാം. അതുകൊണ്ടാണ് നമുക്കിവിടെ ലവേഴ്സ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ പോലെ ഞാനൊരു മണ്ടത്തരം കാണിച്ചല്ലോ എന്നൊരു ചിന്ത ഈ പേഴ്സൺ ഉണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ നിങ്ങളോടുള്ള ഫീലിങ്സ് നമുക്കൊരു ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എടുക്കുക എന്നും കൂടെ നമുക്ക് നോക്കാം ഇവിടെ അല്ലേ. ഈ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ, ആക്ഷൻ എടുക്കുകയാണെങ്കിൽ എന്ത് ആക്ഷനാണ് എടുക്കുക? ഇവിടെ ഈ പേഴ്സൺ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടിലാണ്, ഭയങ്കര സ്ട്രെസ്സിലാണ് ഈ പേഴ്സൺ. കാരണം എന്നാലും ഒരു ഹോപ്പ് ഉണ്ട് എവിടെയോ തിരിച്ചു വന്നാലും നിങ്ങൾ. അപ്പോൾ ഈ പേഴ്സൺ ഒന്നും ചെയ്യുന്നില്ല, ഇപ്പോൾ സ്ട്രെസ്സിലാണ്, ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സിലാണ്. ഒരു തിരിച്ചറിവിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, അയ്യോ ഞാൻ ചെയ്തത് മണ്ടത്തരമായി പോയല്ലോ എന്ന ഒരു ചിന്ത. അപ്പോൾ ഇനി പ്ലാനിങ് ചെയ്തിട്ട് വേണം. ഈ പേഴ്സൻ്റെ ഇൻറ്റ്യൂഷൻ ഒന്നും ഈ പേഴ്സണെ ഹെൽപ്പ് ചെയ്യുന്നില്ല ഇവിടെ. എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ നടന്നത്, എന്താണ് നടക്കാൻ പോകുന്നത്, നിങ്ങളെങ്ങനെയാണ്, നിങ്ങളുടെ ഈ പേഴ്സണോടുള്ള ഫീലിങ്സ്, ഇതൊന്നും ഈ പേഴ്സൺ അറിയില്ല. അപ്പം ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നില്ല ഈ പേഴ്സണ് ഇന്നർ വോയിസ് ഒന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല ഈ പേഴ്സണെ. മനസ്സിലായോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ പ്ലാനിങ് എടുത്താൽ മാത്രമേ തിരിച്ചു വരാൻ പറ്റുള്ളൂ ഈ പേഴ്സണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ. വെർഗോ പൈസസ് ആണ് കാണിക്കുന്നത്. ഇവിടെ അക്വേറിയസ് ഉണ്ട്, പിന്നെ ജെമിനായി ഉണ്ട്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ഉണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്കൊരു അഡ്വൈസ് എന്താണ് ഇവിടെ ഉള്ളത്? അപ്പോൾ ഈ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ഉപേക്ഷിച്ച് പോയതാണെങ്കിലും ഈ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്. നിങ്ങളോട് സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ലവേഴ്സ് കാർഡ് കിട്ടിയത്. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു ലവ് മാരേജ് ആയിരുന്നിരിക്കാം. പിന്നെ ഒരു ബോറടിച്ചപ്പോൾ
വെറുതെ ഒരു എപ്പോഴും ചോറും പരിപ്പും കഴിച്ചാൽ പോരല്ലോ, ഒരു ബിരിയാണി കഴിക്കണ്ടേന്ന് പറഞ്ഞ് പോയ ആളായിരിക്കാം ചിലപ്പോൾ, സ്ത്രീ ആയാലും പുരുഷനായാലും. അവിടെ ചെന്ന് ബിരിയാണി കഴിച്ചപ്പോൾ ചിലപ്പോൾ തൊണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ടാവും എല്ലാം, മനസ്സിലായോ? അപ്പോഴാണ് റിയലൈസേഷൻ വന്നത്. അപ്പോഴാണ് ഓക്കെ, പരിപ്പും ഇതും തന്നെയാണ് ഹെൽത്തിന് നല്ലത്, വെറുതെ ഈ കോഴിയൊക്കെ കഴിച്ച് തൊണ്ട കേടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ പേഴ്സൺ തിരിച്ചു വരികയാണെന്നാണ് ഒരു തോന്നൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണെന്ന് നോക്കാം. ഒരാൾ ഒരു സിറ്റുവേഷനിൽ പ്രശ്നമാകുമ്പോൾ അതിന് രണ്ട് കൂട്ടരും ഒന്നിൽ ഈക്വലി അല്ലെങ്കിൽ ഒരു 10% മറ്റേ ആളും അതിൽ റെസ്പോൺസിബിൾ ആണ് എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. അതുകൊണ്ടാണ് ഞാൻ ഈ അഡ്വൈസ് നോക്കുന്നത്. ഭഗവാനെ, നമുക്ക് നോക്കാം എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ, നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ്, ഇവിടെ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ്, ഇവിടെ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് ഭഗവാനെ. ഓക്കെ, നിങ്ങൾക്കുള്ള മെസ്സേജ്, മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം എന്നാണ് പറയുന്നത് കേട്ടോ. കറക്റ്റിങ് യുവർ മിസ്റ്റേക്സ്, എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. പിന്നെ നിങ്ങളുടെ ഇന്നർ വോയിസിന് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ കാണുന്നതല്ല സത്യം, നമ്മളുടെ ഉള്ളിലിരുന്ന ഒരാൾ നമ്മളെ സത്യം കാണിച്ചു തരും, മനസ്സിലായോ? അതിന് നമ്മൾ ആ കണക്ഷനോട് കൂടുതൽ അടുത്തായിരിക്കണം. അന്ധമായിട്ട് നമ്മൾ കാണുന്നതെല്ലാം, ചില കാര്യങ്ങൾ നമ്മൾ കണ്ടാലും അത് സത്യമാവണം എന്നില്ല, മനസ്സിലായോ? അപ്പോൾ അതാണ് രണ്ടാമത്തെ ഇന്നർ വോയിസ്, നിങ്ങളുടെ ഉള്ളിലിരുന്ന് വഴി കാണിക്കുന്ന ആ വാക്കുകൾ ശ്രദ്ധിക്കുക. പിന്നെ ഡെഡിക്കേഷൻ, എന്ത് ചെയ്യുമ്പോഴും ആത്മാർത്ഥതയും ഇൻറ്റഗ്രിറ്റിയും പ്യുവർ ഹാർട്ടുമായിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ ഓം എന്ന് പറഞ്ഞ ഒരു മന്ത്രമാണ്, ഓം എന്ന് പറഞ്ഞ മന്ത്രം, അത് നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ബ്രെയിനിനെ വൈബ്രേറ്റ് ചെയ്യും, അത് മനസ്സിലായോ? എന്നിട്ട് ആ വൈബ്രേഷൻ ഇലക്ട്രിക് കറണ്ട് പോലെ നമ്മുടെ ബോഡി മൊത്തം വ്യാപിക്കും. അപ്പോൾ അത് ഒരു പ്രാവശ്യം ഓം എന്ന് പറഞ്ഞാൽ പോരാ, ഓം പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ എംബ്രേസ് ലൈറ്റ് ആൻഡ് സൗണ്ട്, ഓപ്പൺ ടു ഡിവൈൻ ഗൈഡൻസ്. ഇതും ഡിവൈൻ ഗൈഡൻസും ഇന്നർ വോയിസും ഏകദേശം ഒരേ പരിപാടിയാണ്. അപ്പോൾ സ്പിരിച്വലി കുറച്ചും കൂടെ നിങ്ങൾ ദൈവത്തോട് അടുക്കാനുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇത് തെറ്റിദ്ധാരണ കൊണ്ടോ നിങ്ങളുടെയും ചില എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരിക്കും റിലേഷൻഷിപ്പ് പോയത് എന്തായാലും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് റീഡിങ് കഴിഞ്ഞു. ഇനി സോഡിയാക് സൈനൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കാര്യങ്ങളൊക്കെ പിടുത്തം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഞാൻ രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവാണ്. ഭഗവാനെ, അപ്പോൾ ഇത് തിരിച്ചു വരുന്നുണ്ട്. നല്ലൊരു റീഡിങ് ആയിരുന്നു, സമാധാനമായി ഭഗവാനെ. അപ്പോൾ ഈ റീഡിങ് കഴിഞ്ഞു, രണ്ടാമത്തെ റീഡിങ് ആണ്. വലിച്ചെറിഞ്ഞ പോലെ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കാർഡ് തുറക്കാൻ പോവുകയാണ്. ഇത് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പ്, സ്നേഹം, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ആ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ? അപ്പോൾ ആ സിറ്റുവേഷൻ്റെ ഓവറോൾ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. നൈറ്റ് ഓഫ് വാൻസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു കുറച്ചൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അല്ലേ? ഒരു പ്ലെയർ എനർജി ഉണ്ടായിരുന്ന പോലെ. നിങ്ങളാണോ പ്ലെയർ, ആ പേഴ്സൺ ആണോ പ്ലെയർ എന്ന് എനിക്കറിയില്ല. ഇത് കുറച്ചൊരു പ്ലെയർ എനർജി ആയിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിച്ച് ആ ഒരു എനർജി കൊണ്ട് നടന്നാൽ കാര്യമില്ല, പ്രശ്നങ്ങളാകുമെന്ന് മനസ്സിലായ ഒരു എനർജി. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, സോഡിയാക് സൈൻ ആണ് ഈ എനർജി കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഇത് കിങ് ഓഫ് കപ്സ് റിവേഴ്സും മദർ ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സുമാണ് കാണിക്കുന്നത്. ഒരു ഇവിടെ ഫയർ സൈൻ ഉണ്ട്, വാട്ടർ സൈൻ ഉണ്ട്, എർത്ത് സൈൻ ഉണ്ട്. അപ്പോൾ ഇതൊരു മീ ടൈം എന്ന് വെച്ചാൽ ചില സമയത്ത് എന്താ പറ്റുകയെന്ന് അറിയോ, നമ്മൾ സ്വാർത്ഥരാകും. നമ്മളുടെ കാര്യങ്ങൾ, റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മളുടെ കാര്യങ്ങൾ കൂടുതൽ സമയം, അത് എന്നുവെച്ചാൽ നമ്മളുടെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഇവിടെ എൻ്റെ കാര്യം എൻ്റെ കാര്യം എൻ്റെ കാര്യം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾ, എനിക്കിഷ്ടം പോലെ പണം വേണം, നിങ്ങൾ എനിക്ക് ജോലി എടുത്ത് പണം കൊണ്ടു തരണം എന്നൊക്കെ പറയുന്ന ഒരു എനർജി ആയിരിക്കാം.
അപ്പോൾ മീ ടൈമാണ് കാണിക്കുന്നത്. കൂടുതലും സ്വന്തം കാര്യം നോക്കുന്ന ഒരു എനർജി. പക്ഷേ ഇതൊരു കുഞ്ഞും ഉള്ള ഒരു എനർജിയാണ്. കുട്ടികളുണ്ട് ഇവിടെ. ഒരാൾ നല്ലോണം ഇമോഷണലി പ്രശ്നമുള്ള ഒരാളാണ്. കാരണം നന്നായിട്ട് വെള്ളം അടിക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോൾ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്ന് പറഞ്ഞാൽ ആകെ കോളമായിട്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ് കേട്ടോ. രണ്ടുപേരും അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. ഒരാളുടെ സ്വഭാവം കൊണ്ട് മറ്റേ ആൾ സങ്കടപ്പെടുന്നു, അയാളും ഒരു വഴിവിട്ട ജീവിതം നയിക്കുന്ന പോലെ. അപ്പോൾ രണ്ടുപേരും റിലേഷൻഷിപ്പിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, സെപ്പറേറ്റ് ആയിട്ടുള്ള ജീവിതമാണ് നിങ്ങളുടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം എന്താണ് നടക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? ഹാർട്ട് ബ്രേക്ക് ആണ്. ഓക്കെ, ഒരു വഴി, നിങ്ങൾക്കൊരു വഴി എന്തൊക്കെയോ ചെയ്യണം എന്നുണ്ട്, പക്ഷേ ഒരു വഴിത്തിരിവ് കിട്ടുന്നില്ല നിങ്ങൾക്ക്. മനസ്സിലാവണ്ടോ? രണ്ടുപേരും ഒറ്റപ്പെട്ട ജീവിതം, രണ്ടുപേരും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ഹാർട്ട് ബ്രേക്ക് വരണമെങ്കിൽ അവിടെ ഒരു അറ്റാച്ച്മെൻറ്റ് വേണം, എന്നാലേ ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ രണ്ടുപേരും ഹാർട്ട് ബ്രോക്കൺ ആണ്. ഇതെന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഒരു വഴി കാണുന്നില്ല. നിങ്ങൾ ഓക്കെ, ചില സമയത്ത് നിങ്ങൾ എന്തെങ്കിലും അവിടെ പോണ പോലെ പോട്ടെ എന്നും ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന രണ്ട് പേര് കേട്ടോ. ഒരു ഇല്യൂഷൻ പോലെ, ഒരു ഡ്രീം വേൾഡിൽ ജീവിക്കുന്ന രണ്ട് പേര്. അതെന്താ അങ്ങനെ? കുറേ സീക്രട്സ് ഒക്കെ ഉള്ള പോലെ ഉണ്ട് ഇവിടെ. ഈ 3 ഓഫ് സ്വേർഡ്സിനെ നമ്മൾ ക്ലാരിഫൈ ചെയ്യുമ്പോൾ പേജ് ഓഫ് കപ്സ് ആണ്. പേജ് ഓഫ് കപ്സും റിവേഴ്സും ജഡ്ജ്മെൻറ്റുമാണ് കാണിക്കുന്നത്. റിവേഴ്സാണ് അല്ല. ഓക്കെ, ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ ഏത് നേരവും മറ്റേ ആളെ ക്രിട്ടിസൈസ് ചെയ്യുന്നൊരു സ്വഭാവം. മനസ്സിലായി? കമ്പയർ ചെയ്യുക രണ്ടുപേരെ, അതൊക്കെ കൊള്ളില്ലാത്ത സ്വഭാവമാണ്. അപ്പോൾ കല്യാണം കഴിച്ചു, കുട്ടികളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു, അല്ലാതെ ഞങ്ങൾ തമ്മിൽ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. ഇന്ന് ഡിവോഴ്സ് ഇല്ല, ഇന്ന് ഈ പേഴ്സൺ ഇറങ്ങിപ്പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന ഒരു ചിന്തയുള്ള പോലെ. മനസ്സിലായോ? അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലൈൻറ്റ്, കൂടുതൽ ക്രിബ് ചെയ്യുന്ന ആൾക്കാർ, കംപ്ലൈൻറ്റ് ചെയ്യുന്ന ആളുകളെ പോലെ. അതിൽ നിന്നാണ് ഹാർട്ട് ബ്രേക്ക് വരുന്നത്. ഒരാൾ മറ്റേ ആളെ താഴ്ത്തി കെട്ടാൻ നോക്കുന്നു എപ്പോഴും. ഇവിടെ ഹെർമിറ്റ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. കൊള്ളില്ലാത്ത എനർജിയാണ് ഹെർമിറ്റ് റിവേഴ്സ്. അത് പോസിറ്റീവ് വന്നാലും എനിക്ക് അത്ര വലിയ പിടുത്തമില്ലാത്ത എനർജിയാണത്. അപ്പോൾ 10 ഓഫ് വാൻസ് എന്ന് വെച്ചാൽ കുറേ പ്രാരാബ്ധങ്ങളുള്ള, ഇത് തീരുന്നുമില്ല. മനസ്സിലായി? നിങ്ങൾക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ഇമോഷണലി, ചിലപ്പോൾ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ടാവും, റെസ്പോൺസിബിലിറ്റീസ്, ഇതെല്ലാം കൂടെ നിങ്ങൾ അങ്ങോട്ട് എടുത്താൽ പൊങ്ങാത്തൊരു ഭാരം എടുത്തുകൊണ്ട് നടക്കുന്ന പോലെ രണ്ടുപേരും. പക്ഷേ ഇത് വിട്ടുകളയാനും നിങ്ങൾ സമ്മതിക്കുന്നില്ല. 10 ഓഫ് സ്വേർഡ്സ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ഇതിനോട് അറുതി വരുന്നില്ല. നിങ്ങളിത് എന്നും കാലത്തെ എഴുന്നേറ്റ് ഇത് തന്നെ, ഇതിൽ കൂടെ തന്നെ പോയി രാത്രി കിടന്നുറങ്ങുന്നതും ഇത് തന്നെയാണ്. പിന്നെ നാളെ എഴുന്നേൽക്കുന്നത് ഇതിലേക്ക് തന്നെ, ഒരു വ്യത്യാസം വരുന്നില്ല. കിങ് ഓഫ് സ്വേർഡ്സ് കിങ് ഓഫ് വാൻസ് റിവേഴ്സ് വന്നിരിക്കുന്നത്, മദർ ഓഫ് കപ്സ് റിവേഴ്സ് വന്നിരിക്കുന്നത്. ഇവിടെ മദർ ഓഫ് കപ്സും ഫാദർ ഓഫ് കപ്സും, ഇതൊരു കപ്പിളാണ്. മനസ്സിലായോ? പക്ഷേ ഇതിനകത്ത് വേറൊരാളുണ്ടോ? ഒരു അമ്മായി അമ്മയോ അമ്മായി അച്ഛനോ ഒരു ചേട്ടനോ ആരോ ഒരാൾ ഇതിനകത്ത് കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അവരാണ് നിങ്ങളെ വഴി തെറ്റിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ലായിരിക്കും, പക്ഷെ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെ ചില സമയത്ത് നമ്മളും ഹസ്ബൻഡും തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ കൊലീഗ് അത് അറിഞ്ഞിട്ട് കൊളീഗിന് ഭയങ്കര സിമ്പത്തി നമ്മളോട്, അപ്പോൾ നമ്മളോട് കൂടുതൽ സംസാരിക്കുക, നമ്മളെ മുതലെടുക്കാൻ നോക്കുക, അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസ് ഇവിടെ കാണിക്കുന്നത്. നല്ല എനർജി അല്ല ഇതൊരു കിങ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്നേഹബന്ധമില്ലാതെ ഒരു ആരോ ഇവിടെ നിങ്ങളെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു എനർജി കാണിക്കുന്നുണ്ട് ഇവിടെ. ഭയങ്കര ഇമ്മച്യൂർഡ് ആയിട്ടുള്ള രണ്ട് പേര് റിലേഷൻഷിപ്പിൽ മൂന്നാമത് കുറേ ആൾക്കാർ കയറിയിട്ട് നിങ്ങളുടെ ലൈഫ് കോളമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ ഫീലിങ്സ് എന്താണ്? ഇത് സ്നേഹിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലുള്ള ആളാണ് കേട്ടോ. ഇവിടെ ഈ റീഡിങ്ങിൽ ഇത് പുറത്തുള്ള ആളല്ല. ആ പേഴ്സണോട് നിങ്ങൾക്ക് സ്നേഹമൊന്നുമില്ല. ആ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു ടൈം പാസ് പോലെയാണ്, ഒരു സപ്പോർട്ട് പോലെ. എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണം, സങ്കടങ്ങൾ പറയണം, അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ലൈഫിലുള്ള ആൾ.
ശരിക്കും നിങ്ങളുടെ ലൈഫിലുള്ള ആൾ, നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്ന ആളോ അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് റിലേഷൻഷിപ്പ് വയ്ക്കുന്ന ആൾ, നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളെ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഒരു എംപ്രസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ശരിക്കും മനസ്സിലായി? പുറമേ എന്ത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോട്ടെ, പക്ഷേ നിങ്ങളെ ഈ പേഴ്സൺ വളരെ ഒരു ചക്രവർത്തിനി പോലെയാണ് കാണുന്നത്. വളരെ നിങ്ങൾ ഭയങ്കര കെയറിങ് ആണ്, ഭയങ്കര സപ്പോർട്ടീവ് ആണ്, നിങ്ങൾ വളരെ കേപ്പബിൾ ആണ്, വളരെ കോൺഫിഡൻ്റ് ആണ് എന്നാണ്, ഒരു അമ്മയെ പോലെ എല്ലാവരെയും നോക്കുന്ന ആളാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ് എന്നൊരു വഴി തെറ്റിയ പോലെ നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മെച്യൂരിറ്റി വിട്ടിട്ട് ഒരു ഇമ്പൾസീവ് എനർജിയിലാണ് നിങ്ങൾ. കോൺസിക്വൻസസ് നോക്കാതെ നിങ്ങൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണെന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്ത. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് പല ഗോസിപ്പുകളും നിങ്ങളുടെ പേഴ്സൺ കേൾക്കാൻ ഇടവരുന്നുണ്ട്. പക്ഷേ അതിനൊന്നും നിങ്ങളുടെ പേഴ്സൺ ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല, അതിലൊന്നും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുമില്ല ഈ പേഴ്സൺ, കേട്ടോ. ഒരു ന്യൂ ബിഗിനിങ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ചിന്ത ഈ പേഴ്സണെ നിങ്ങൾ ഫൂൾ ആക്കുകയാണെന്നാണ്. പക്ഷേ ഈ പേഴ്സൺ വളരെ സ്മാർട്ടാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നതൊക്കെ, നിങ്ങൾ ആരോടാണ് ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നത് എന്നെല്ലാം ഈ പേഴ്സണ് ക്ലിയർ ആയിട്ട് അറിയാം. പക്ഷേ ഈ പേഴ്സൺ അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നില്ല. കാരണം നിങ്ങൾ നല്ലൊരു പേഴ്സൺ ആണെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം. നിങ്ങളെ ഉപേക്ഷിക്കാനൊന്നും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ പോസിബിൾ ആണ് എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ. ഒരു 10 of Pentacles ആണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊരു വിവാഹം ഇവിടെ കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങളായിട്ട് ഭയങ്കര ഹാപ്പിയാണ്. ഇവരൊരു 10 of Pentacles തന്നെയാണ്. ഒരു വിവാഹ ജീവിതം, കുട്ടികൾ, നല്ലൊരു ജീവിതം, ഹെൽത്ത്, വെൽത്ത്, ഫാമിലി എല്ലാം ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായി? അത് പെട്ടെന്ന് നടക്കണമെന്ന് തന്നെയാണ് ഈ പേഴ്സൻ്റെ ആഗ്രഹം. അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നൊന്നുമില്ല ഈ പേഴ്സൺ. അപ്പോൾ നിങ്ങളുടെ ഈ സിറ്റുവേഷനിൽ പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ്. മനസ്സിലാവുണ്ടോ? പക്ഷേ ഇമോഷണൽ ഒരു പ്രശ്നമുണ്ട്. കാരണം നിങ്ങൾ ചില സമയത്ത് നിങ്ങൾ പെരുമാറുന്നത് കണ്ടിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് ഈ പേഴ്സണെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ഈ പേഴ്സണെ കുറച്ച് കാണിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ പേഴ്സണ് മനസ്സിന് വിഷമമുണ്ട്. പക്ഷെ എന്നാലും നിങ്ങളെ പേഴ്സണ് ഭയങ്കര ഒരു റെസ്പെക്റ്റാണ് നിങ്ങളോട്. അത് നിങ്ങൾ കളഞ്ഞു കുളിക്കരുത്, കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളിവിടെ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടോ? നിങ്ങളൊന്ന് ബാലൻസ് കൊണ്ടുവരാൻ നോക്കുക. നിങ്ങൾ കുറച്ചും കൂടെ മെച്ചുവേർഡ് ആവുക. നിങ്ങൾ ഇമ്പൾസീവായിട്ട് ഈ എക്സ്ട്രീമായിട്ട് ഈ പേഴ്സണെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തുക. അതാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷമേ വരുള്ളൂ. മനസ്സിലാവുണ്ടോ? ഈ പേഴ്സൺ വളരെ ക്ഷമയുള്ള ഒരാളാണ്, നിങ്ങളോട് സ്നേഹമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേഴ്സൺ വെള്ളം അടിക്കുന്നത്. കാരണം ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ്റെ കാര്യമില്ല, വഴക്കിൻ്റെ കാര്യമില്ല. നിങ്ങൾ ഈ കൺഫ്യൂഷൻ വന്നിട്ട് ഈ പേഴ്സണോട് വഴക്കടിക്കുകയാണ് ചെയ്യുന്നത്. ഈ പേഴ്സണെ നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇത് നിർത്തണം എന്നാണ് പറയുന്നത്, കേട്ടോ. ഇതിലൊരു ബാലൻസ് കൊണ്ടുവരണം നിങ്ങൾ. അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ്. അക്വേറിയസ് ഉണ്ട്, ടോറസ്, ലിബ്ര ഉണ്ട്, പിന്നെ ആരൊക്കെയാണുള്ളത് പറഞ്ഞുതരാം. സ്കോർപ്പിയോ ഉണ്ട്, അക്വേറിയസ് ഉണ്ട്, ക്യാൻസർ ഉണ്ട്, ഇവിടെ വെർഗോ ഉണ്ട്, കേട്ടോ. ഈ പേഴ്സൺ എന്ത് ആക്ഷനാണ് എടുക്കുക? ഈ പേഴ്സൺ നിങ്ങൾക്ക് ലവ് ഓഫറൊന്നും തരാൻ പോകുന്നില്ല, റിന്യൂ ചെയ്യാനൊന്നും പോകുന്നില്ല. മനസ്സിലായോ? ഒരു ഇമോഷണൽ ലോസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഈ പേഴ്സൺക്കൊന്ന് ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ പേഴ്സൻ്റെ ഇമോഷൻസ് ഒക്കെ കൺട്രോളിൽ വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ കാണിക്കുന്നില്ല. കാരണം നിങ്ങൾ ഇത് തിരിച്ചറിയില്ല എന്നൊരു ബോധമുണ്ട്. പക്ഷേ ഈ പേഴ്സൺ പുറത്തു നിന്ന് വരുന്ന പുതിയ ഓഫേഴ്സ് ഒന്നും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളിൽ തന്നെ, ഈ റിലേഷൻഷിപ്പിൽ തന്നെയാണ് ഇൻവെസ്റ്റഡ് ആയിരിക്കുന്നത്. ഈ പേഴ്സൺ പുറത്തുള്ള റിലേഷൻഷിപ്പ് ഒന്നും നോക്കുന്നില്ല. അപ്പോൾ അതിനർത്ഥം ഈ പേഴ്സണൽ ലൈഫിലേക്ക് പലരും വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ ആ ഓഫർ ഒന്നും എടുക്കുന്നില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് യൂണിവേഴ്സിൻ്റെ? ഭവാനി, നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ് ഇവിടെ? ഭവാനി,
ഓക്കെ, മിസ്റ്റേക്സിൻ്റെ ഒരു കാർഡ് വരുന്നുണ്ട്. മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തിരുത്തണം എന്നാണ് പറയുന്നത്, അല്ലാതെ കുറ്റബോധം മാത്രം പോരാ. ഇപ്പം നിങ്ങൾ ചില സമയം നമ്മൾ ഓരോ സമയത്ത് നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യും. അത് ചിലപ്പോൾ അത് തെറ്റായിരിക്കാം, പക്ഷെ ആ സമയത്ത് നമ്മൾ ചെയ്യുന്നു. അതിനെക്കുറിച്ച് നമ്മൾ കുറ്റബോധം ആക്കിയിട്ട് കാര്യമില്ല. തെറ്റ് ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായി തിരുത്താൻ ശ്രമിക്കുക. ക്ഷമ പറയേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ ക്ഷമ പറയുക. പിന്നെ റിപ്പീറ്റായിട്ട് ആ തെറ്റുകൾ ചെയ്യാണ്ടിരിക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ റീഡിങ് നിർത്തുകയാണ്. ഇവിടെ സോഡിയാക് സൈൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് മൂന്നാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. ഇപ്പോൾ രണ്ടാമത്തെ റീഡിങ് കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഭഗവാനേക്ക് മൂന്നാമത്തെ ജപമാല സെലക്ട് ചെയ്തവരുടെ കാർഡ് ഇതാണ്. ഭഗവാനെ, ഇത് 4 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ്. ഇവിടെ ഒരു ഗ്രീഡിനെസ് കാണിക്കുന്നുണ്ട്. ചേർത്ത് പിടിച്ചിരുന്ന കാര്യങ്ങൾ വിട്ടുകളയുക, അതുണ്ട്. സത്യം തുറന്ന് പറയുക. സീക്രട്ടായിട്ട് വെച്ചേക്കുന്ന കുറേ കാര്യങ്ങൾ പബ്ലിക്കായിട്ട് വരിക, ഏറ്റു പറയുക. പിന്നെ ഇത് ഓവർ ഇൻ്റലിജൻസ്, പൈസ വരവിനേക്കാൾ കൂടുതൽ ഉപരിയായിട്ട് ചിലവ് ചെയ്യുന്ന ഒരു എനർജി ആവാം ഇത്. അപ്പോൾ എന്തായാലും ഇതാണ് നിങ്ങളുടെ ഓവറോൾ. കൈവിട്ട് കളഞ്ഞു എന്നുള്ളൊരു സിറ്റുവേഷൻ, ചേർത്ത് പിടിച്ചിരുന്ന സിറ്റുവേഷൻ കൈവിട്ട് കളഞ്ഞു എന്ന പോലെ. അപ്പോൾ ഇതിനെ ക്ലാരിഫൈ ചെയ്യുന്ന 2 ഓഫ് വാൻഡ്സ് റിവേഴ്സും 6 ഓഫ് വാൻഡ്സ് റിവേഴ്സും ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു വിക്ടറി പോസിബിലിറ്റി ഇല്ലാത്ത പോലെ, മനസ്സിലായോ? 2 ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആണ്. ഒരു പ്ലാനിങ് ഇല്ലാതെ ഇവിടെ ഒരു ജയം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങളിത് വിട്ടുകളഞ്ഞത്? ഇതാണ് ഇപ്പോൾ ഓവറോൾ. നമുക്ക് നോക്കാം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ എന്താണ്. ഇവിടെ ഒരു ജയം പോസിബിൾ അല്ല. മാക്സിമം ട്രൈ ചെയ്ത് നോക്കി, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ കൈ ഒഴിഞ്ഞ പോലെ ഒരു സിറ്റുവേഷൻ. നിങ്ങൾ രണ്ടുപേരും കൈ ഒഴിഞ്ഞോ അത് ഒരാൾ മാത്രമാണ്? അപ്പം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ? അതാണ് നമ്മുടെ ചോദ്യം റീഡിങ്ങിൻ്റെ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ. 10 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ്, 6 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ്, 6 ഓഫ് കപ്സ് റിവേഴ്സ്. എല്ലാം റിവേഴ്സാണ്. എല്ലാം റിവേഴ്സാണോ? അല്ല. പോസിറ്റീവ് ഇഷ്ടംപോലെ കാർഡ്സ് ഉണ്ട് ഇവിടെ പോസിറ്റീവായിട്ടുള്ള, പക്ഷെ ഇവിടെ വരുന്നതെല്ലാം റിവേഴ്സാണ്. അപ്പോൾ അത് വരേണ്ടതാണ്, അല്ലെങ്കിൽ ഞാൻ തിരിച്ചേനെ. അപ്പോൾ 10 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ്, ഇതൊരു മാരേജ് സിറ്റുവേഷനാണ്. എല്ലാം ഷാറ്റേർഡായി, കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡായി. എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഫാമിലി തകർന്നു. പിന്നെ ഇവിടെ ഒരു എന്താ പറയുക, കുറേ കടങ്ങളൊക്കെ ഉള്ള പോലെ, മനസ്സിലായോ? നിറയെ കടങ്ങളുള്ള പോലെ. പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ കൈ നീട്ടേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന പോലെ ഫിനാൻഷ്യലിൻ്റെ ഇതിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ഹാപ്പിനെസ് ഇല്ല. ആകെ മൊത്തം പ്രശ്നമാണ്. ഇമോഷണൽ പ്രശ്നം, ഫിനാൻഷ്യൽ പ്രശ്നം, ആകെ മൊത്തം താറുമാറായ പോലെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീട് വിട്ടിറങ്ങി ആരൊക്കെയോ ഉണ്ട് ഇവിടെ. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. 10 ഓഫ് പെൻറ്റക്കിൾസിനെ ക്ലാരിഫൈ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് റീഡിങ്ങിന് നെഗറ്റീവ് കാർഡ്സ് വരുന്നുണ്ട്? ഇത് പോസിറ്റീവ് ഉണ്ടെന്ന് അറിയാം. ഇനി വന്നോളൂ. ഇല്ല, ഇത് നോക്കാം നമുക്ക്. 10 ഓഫ് പെൻറ്റക്കിൾസിനെ റിലേഷൻഷിപ്പും പോയി, ഇപ്പോൾ ഒരു ഡിവോഴ്സിലേക്ക് പോകുന്നതാണോ, സെപ്പറേറ്റഡ് ആണോ? ഇവിടെ പാഷനൊന്നുമില്ല കണ്ടോ. ഇത് പോസിറ്റീവ് വന്നാണ്ടോ. ഹാപ്പിനെസ്, പക്ഷേ ഇവിടെ ഹാപ്പിനെസ് ഇല്ല. നിങ്ങളൊരു കംപ്ലീറ്റ്ലി ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പെട്ടെന്ന് തകരം മറിഞ്ഞു. എല്ലാം ഹാപ്പിനെസ് എല്ലാം തകർന്നു പോയി. പിന്നെ ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റ്യൂഷൻ. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇപ്പം ആക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾക്കിത് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതിനൊരു തകർത്തതാണോ സിറ്റുവേഷന്? ഒരു ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട്. ഒരു ചിലപ്പോൾ അന്തിമ വിധി പോലെ, ആരുടെയോ തീരുമാനം പോലെ ഈ ഒരു സിറ്റുവേഷൻ അങ്ങനെ തന്നെ തകർത്തടിച്ചു ആരോ. നിങ്ങൾ രണ്ടുപേരിൽ ആരോ മനഃപൂർവ്വം ഇത് നശിപ്പിച്ച് കളഞ്ഞതാണ് ആരോ.
വാശി കൊണ്ടാണോ? ഒരു അന്തിമ വിധി പോലെ, അല്ലെങ്കിൽ ഇത് വിധിയാണെന്ന് പറഞ്ഞ് നിങ്ങളെ സമാധാനിക്കുന്നതാണോ? ഇതിങ്ങനെ വരുള്ളൂ കർമ്മഫലം എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അറിയില്ല. സ്കോർപിയോ, വെർഗോ, പൈസസ്, ലിയോ, ടോറസ്, ഇത്രയും സോഡിയാക് സൈനാണ് സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്. ബാക്കി ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ഉണ്ട്. ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. അപ്പോൾ എന്താണ് ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ്? 2 കാർഡ്. ഈ പേഴ്സൺ ഹാപ്പിയാണ്, എന്താ കണ്ടന്റ് ആണ്, സാറ്റിസ്ഫൈഡ് ആണ്. ഈ സിറ്റുവേഷൻ മാറാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ഈ പേഴ്സൺ ഒരു സെലിബ്രേറ്ററി മൂഡിലാണ്. അതെന്താ അങ്ങനെ? എല്ലാം തകർന്ന് തരിപ്പണമായി. പക്ഷെ നിങ്ങളോടുള്ള ഫീലിങ്സ് വരുമ്പോൾ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ അത് ഈ പേഴ്സൺ ആണോ നിങ്ങളുടെ ജീവിതം തകർത്തത്? മനഃപൂർവ്വം തകർത്ത പോലെ, നിങ്ങളെ കൈവിട്ട പോലെ, നിങ്ങളുടെ ഒരു ഈഗോ ക്ലാഷ് ഉള്ള പോലെയാണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളോടുള്ള ഫീലിങ്സ് ഉള്ള ഈ പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം നടന്നേക്കുന്ന ഇതെന്തോ ആലോചിച്ച് അങ്ങനെ വരുത്തി വെച്ച പോലെ, ഈ തകർക്കല് ഈ പേഴ്സൺ മനഃപൂർവ്വം ചെയ്ത പോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷൻ ഇതിങ്ങനെ ഈ പേഴ്സൺ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന് നശിപ്പിച്ച പോലത്തെ ഒരു സിറ്റുവേഷനാണ്. ശരിക്കും പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യണം ഈ പേഴ്സൺ നിങ്ങളുടെ ഈ ദുരവസ്ഥ. അതെന്താ അങ്ങനെ? വളരെ പോയ്സണസ് ആയൊരു സർപ്പമാണ്. അപ്പോൾ പതിയിരുന്ന് ആക്രമിക്കുകയാണ് ചെയ്തത്. നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ കുഴിയിൽ കൊണ്ട് ചാടിക്കുകയാണ് ചെയ്തത്. ഈ പേഴ്സൺ ഒരു കൺഫ്യൂഷനും ഇല്ല. മനസ്സിലായോ? ഈ പേഴ്സൺ അതുകൊണ്ടൊരു മനസ്സിനൊരു ബുദ്ധിമുട്ടുമില്ല. മനസ്സിലാണ്ടോ? പേഴ്സൺ ഹാപ്പിയാണ്. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലേ? ഈ പേഴ്സണാണ് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അതാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ഈ പേഴ്സൺ നല്ലൊരു നടനോ നടിയോ ആണ്. ഈ പേഴ്സണാണ് നിങ്ങളുടെ ജീവിതം തകർത്ത് കളഞ്ഞതാണ്. നിങ്ങളെ പാപ്പരാക്കി കംപ്ലീറ്റ്. നിങ്ങളുടെ അടുത്ത് നിന്ന് പൈസ എല്ലാം നശിപ്പിച്ചു. എന്നുവെച്ചാൽ നിങ്ങളുടെ ജീവിതം തകർത്തു ഈ പേഴ്സൺ. ഇതിനൊരു കുറ്റബോധമില്ല ഈ പേഴ്സൺ. നിങ്ങളോട് ഇപ്പോഴും സംസാരിക്കുന്ന, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കുന്ന, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഇപ്പോഴും വിട്ട് കളയാത്തൊരു എനർജിയാണ് ഈ പേഴ്സൺ. ഇപ്പോഴും നിങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ട്. മനസ്സിലായി? ഇപ്പോഴും നിങ്ങളുമായിട്ട് സെലിബ്രേറ്റ്. അപ്പം നിങ്ങളെ ശരിക്കും പറഞ്ഞു പറ്റിക്കുന്നുണ്ട് ഈ പേഴ്സൺ. ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ല കേട്ടോ. ഈ പേഴ്സൺ അല്ലെങ്കിൽ വൈഫല്ല ഈ പേഴ്സൺ. ഈ പേഴ്സൺ നിങ്ങളെ കുറേ ചതി വഞ്ചനയൊക്കെ, പക്ഷെ നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല. നിങ്ങളെ ഇപ്പോൾ കൂടെ നിന്ന് സഹായിക്കുന്നുണ്ട്. ഈ പേഴ്സൺ കുഴിയിലാക്കിയെങ്കിലും നിങ്ങൾ ആ മറ്റേ ഫിലിം കണ്ടിട്ടില്ലേ, നമ്മുടെ എന്താണ് എൻ്റെ പേര്, ബാസിഗർ, ഷാറുഖ് ഖാൻ്റെ. അതിനകത്ത് ഷാറുഖ് ഖാന് ശില്പ ഷെട്ടിയുടെയും കാജലിൻ്റെയും അച്ഛനോട് ഭയങ്കര വൈരാഗ്യമാണ്. അവൻ്റെ അച്ഛനെ ഉപദ്രവിക്കുകയോ അങ്ങനെ അവൻ്റെ ജീവിതം നശിപ്പിച്ചത് ഇയാളാണെന്നൊരു ചിന്തയുണ്ട് അവന്. അപ്പോൾ ഇവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ആദ്യം ശില്പ ഷെട്ടി ഇവൻ കൊല്ലും, സ്നേഹം നടിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് ഇവൻ കാജലിൻ്റെ പുറകെ പോകുമ്പോൾ ഇവൻ അവളോട് ശരിക്കും സ്നേഹമായി മാറുകയാണ് ചെയ്യുന്നത്. അവൾ ശരിക്കും സ്നേഹിക്കപ്പെടുന്നത്. പക്ഷെ അവസാനം ഇവൾക്ക് മനസ്സിലാവും ഇവനാണ് ചേച്ചിയെ കൊന്നതെന്നൊക്കെ അറിയുമ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല പറയുന്നത്, ഏകദേശം അതുപോലത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ നശിപ്പിക്കുന്ന, നിങ്ങളെ ഫിനാൻഷ്യലി നിങ്ങളെ ഭയങ്കരമായിട്ട് പാപ്പരാക്കുന്ന, നിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു എനർജി നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ പേഴ്സണെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? റിലേഷൻഷിപ്പ് തീർന്നിട്ടില്ല. ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ട് ഇപ്പോഴും. ഏസ് ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ ഏസ് ഓഫ് പെന്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഓഫറാണത്, ഫിനാൻഷ്യൽ ഓഫർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഫർ പുറത്തുനിന്ന് വരികയാണെങ്കിൽ അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. ഈ പേഴ്സണിൻ്റെ അടുത്ത് നിന്ന് ആക്സെപ്റ്റ് ചെയ്യണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായി? ഈ പേഴ്സൺ എന്തെങ്കിലും നിങ്ങൾക്ക് ഓഫർ തരികയാണെങ്കിൽ, ലവ് ഓഫറോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഓഫറോ തരികയാണെങ്കിൽ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. വളരെ ആലോചിച്ച് തീരുമാനം എടുക്കേണ്ട കാര്യമാണ്. ഇവിടെ സ്നേഹമില്ല കേട്ടോ, നിങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ്. ഈ പേഴ്സൺ എന്ത് ആക്ഷനാണ് എടുക്കുക? നിങ്ങൾക്ക് ഈ പേഴ്സൺ ഓഫർ തരും, സ്നേഹമല്ല പൈസയുടെ ഓഫർ തരും. പക്ഷെ അതോടെ നിങ്ങളുടെ ജീവിതം ഇതിലും തകർച്ചയിലേക്ക് പോകും. ശരിക്കും പറഞ്ഞാൽ സ്വേർഡ്സ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ഇത് അപ്രൈറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളിവിടെ ആക്ഷൻ എടുക്കേണ്ട, റെസ്റ്റ് എടുക്കുക, വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്, റിക്യൂപ്പറേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ ഫൈറ്റിൻ്റെ ഇടയിൽ നിങ്ങൾ റിക്യൂപ്പറേറ്റ് ചെയ്യുക, റെസ്റ്റ് എടുത്ത് നിങ്ങൾ രണ്ടാമത് ആരോഗ്യം വീണ്ടെടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ 4 ഓഫ് സ്വേർഡ്സ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്.
അപ്പോൾ 4 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് വരുമ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നാണ് പറയുന്നത്. ആക്റ്റീവ് ആവണം, നിങ്ങൾ ആലോചിക്കണം, അലേർട്ടായിട്ടിരിക്കണം എന്നാണ് പറയുന്നത്. ഈ പേഴ്സൺ നിങ്ങളെ മതിയായിട്ടില്ല നിങ്ങളെ ദ്രോഹിച്ചത്. ഈ പേഴ്സണ് എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? ഒരു ആക്ഷൻ ഈ പേഴ്സൺ എടുക്കില്ല. ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. കാരണം ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവുന്നില്ലായിരിക്കാം ഈ പേഴ്സൺ ചെയ്യുന്നത്. നമ്മളെ ഒരാൾ ദ്രോഹിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുമ്പോഴാണ് അവരുടെ പരിശ്രമം വിജയിക്കുന്നത്. അപ്പോൾ നമ്മൾ പേടിക്കുക, അയ്യോ നിങ്ങളാണല്ലേ എന്നെ ഇങ്ങനെ ചെയ്തത്, വളരെ ഡ്രമാറ്റിക് ആണ്. എന്നാലും ആ തിരിച്ചറിവ്, പക്ഷെ ആ തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നിട്ടില്ല, മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. അപ്പോൾ ഈ ചെയ്തതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ പേഴ്സൺ നിങ്ങൾ മനസ്സിലാക്കണം, അതാണ് ഈ പേഴ്സണിൻ്റെ ഉദ്ദേശം. എന്നുവെച്ചാൽ നീ എന്നോട് അങ്ങനെ ചെയ്തില്ലായിരുന്നു, ഞാൻ നിന്നോട് തിരിച്ചു ചെയ്തതാണ് എന്ന ഒരു അറിവ് നിങ്ങളിലേക്ക് വരണം. അത് നിങ്ങൾക്ക് വരുന്നില്ല. കാരണം നിങ്ങൾ ചിലപ്പോൾ ശുദ്ധഗതിയുള്ള ഒരു എനർജി ആയിരിക്കാം. അപ്പോൾ ഈ പേഴ്സൺ ഇത് നോക്ക്, ഹാർട്ട് ബ്രേക്ക് ഒന്നും നിങ്ങളിൽ വരുന്നില്ല. നിങ്ങളിപ്പോഴും ഈ പേഴ്സണെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒന്നും ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങളെ കൂടുതൽ വേദനിപ്പിക്കാൻ പറ്റുന്നില്ല. തകർത്തടിഞ്ഞു, പക്ഷെ മുഖത്ത് നോക്കി ഞാനാണ് ഇതെല്ലാം ചെയ്തെന്ന് പറയാനുള്ള ധൈര്യം ഈ പേഴ്സൺ ഇല്ല. മനസ്സിലാണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഈ സിറ്റുവേഷനിൽ? ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ഞാൻ ഇന്നാണ് പാലവും പാലവും എന്ന് പറഞ്ഞ പാട്ട് മുഴുവൻ കേട്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നത് കേട്ടപ്പോൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പാട്ട്? ഭയങ്കര സങ്കടം. അപ്പോൾ അതിനകത്ത് പണ്ട് കാലത്തൊക്കെ, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല, പണ്ട് കാലത്തൊക്കെ പാലങ്ങളും വലിയ ബിൽഡിംഗ് എല്ലാം കെട്ടുമ്പോൾ മനുഷ്യനെ ജീവനോടെ അതിനകത്ത് ഇട്ടിട്ട് ആ കുഴിയിലേക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവരെ ഇറക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വലിയ കല്ലുകൾ എടുത്തിട്ട് അവരെ കൊല്ലുക എന്നാണ് പറയുക. കൊന്ന് അപ്പോൾ അവരുടെ ആ എനർജി ആ പാലത്തിന് ശക്തി കൊടുക്കുമെന്നൊരു വിശ്വാസം. മണ്ടത്തരം, അന്ധവിശ്വാസമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും അങ്ങനെ കുറേ, അപ്പോൾ അതിനകത്ത് ആ കുട്ടിയുടെ അമ്മയെ അങ്ങനെ കൊല്ലുന്നതാണത്. അപ്പോൾ ആ കുട്ടി ആ പാലത്തിൽ, അമ്മയുടെ ജീവനുള്ള ആ പാലത്തിൽ, അമ്മയെ കുരുതി കൊടുത്ത് ആ പാലത്തിൽ കൂടെ പോകുമ്പോൾ അമ്മ പുറകിൽ നിന്ന് വിളിക്കുന്ന പോലെ ആ കുട്ടിക്ക് തോന്നും. അതാണ് ആ കഥ. ഭയങ്കര സങ്കടം എനിക്ക് കേട്ടപ്പോൾ. നമ്മൾ എന്തൊക്കെ ദുരാചാരങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്തിരുന്നത് അല്ലേ? ഇപ്പോഴും ചെയ്യുന്നുണ്ടാവും. മനുഷ്യക്കുരുതിയും മറ്റു ജീവികളെ കുരുതി കൊടുക്കുന്നതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ. മനുഷ്യൻ്റെ ഓരോ കാര്യങ്ങളല്ലേ, ഭയങ്കര, മനുഷ്യനോട് വല്ലാത്ത ഒരു ഭീകര ജീവിയാണെന്നേ പറയാൻ പറ്റുള്ളൂ മനുഷ്യന്. ഭഗവാനെ, ഇതും കൂടെ പറഞ്ഞതാണ്. അപ്പം നിങ്ങൾക്കുള്ള അഡ്വൈസാണ് ഇവിടെ. ഡിസ്ട്രോയർ, നിങ്ങളുടെ ലൈഫിലൊരു മേജർ ചേഞ്ച് വരുന്നുണ്ട്. അത് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനിയും ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വളരെ ഡിസ്ട്രക്ഷനിലാണ്, എന്നുവെച്ചാൽ നശിച്ച് അങ്ങോട്ട് ഇടിച്ച് നിരത്തിയിട്ടാണ് പിന്നെ ഒരു ചേഞ്ച്. അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്നും അല്ല, ഒരു തിരിച്ചറിവ്, കൂടെയുള്ള ആൾ തന്നെയാണ് നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് വരുമ്പോഴായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരാൻ പോകുന്നത്. പിന്നെ ഇമോഷണൽ കൺട്രോൾ, പക്ഷെ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള കൺട്രോൾ വെക്കണം ഇമോഷണലി എന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ നിങ്ങളൊരു മാരീഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതം തകർച്ചത് നിങ്ങളുടെ സ്നേഹിക്കുന്ന ആളാണ്, പക്ഷേ അത് നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ അല്ലാതിരിക്കാം. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ റെലം ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾ, നിങ്ങളുടെ സോൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള ആൾ, ഈ പേഴ്സൺ അല്ല, നിങ്ങളെ സ്നേഹിക്കുന്ന ആളും നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളും രണ്ടു പേരാണ്. നിങ്ങളെ ഉപദ്രവിക്കുന്ന ആൾ പുറത്തുള്ള ഒരാളാണ്. അപ്പം നിങ്ങളുടെ ലൈഫിലുള്ള നിങ്ങളുടെ കൂടെയുള്ള ആളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അവർ പറയുന്നത് കേൾക്കണം, അവരുടെ അഡ്വൈസ് എടുക്കണം എന്നാണ് പറയുന്നത്. അവരെ നിങ്ങൾ കുറച്ച് കാണരുതെന്നാണ് പറയുന്നത്. കാരണം അവരാണ് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കുഴിയിലൊക്കെ വീണാലും ഈ പേഴ്സൺ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, നിങ്ങളുടെ പാർട്ട്ണർ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾക്കുള്ള അഡ്വൈസ്. ഇവിടെ വെർഗോ, പൈസസ്, പിന്നെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ടോറസ് ഉണ്ട്. പിന്നെ അതാണ് ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ പിന്നെയും ഉണ്ട്. പിന്നെ ലിയോ ഒക്കെയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് ലിയോ, സ്കോർപ്പിയോ, ഇത്രയുമാണ് ഇവിടെ കാർഡ്സ് കണ്ടത് നമ്മൾ കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ റീഡിങ്.
അപ്പോൾ ഇനി വേറൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ദൈവം അനുഗ്രഹിച്ച് നൽകാൻ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് റീഡിംഗ് ഇവിടെ നിർത്തുകയാണ്. വീണ്ടും കാണും വരെ സന്തോഷമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക കേട്ടോ. ബൈ ബൈ.